എടാ അതിന് അവള് കുറച്ചു ദിവസം ഇവിടെ ഇരിക്കാൻ വന്നല്ലേ, അത് കഴിയുമ്പോ അവൾ പൊക്കോളും. ഞാൻ ഉമ്മാന്റെ അടുത്തല്ല ചോദിച്ചു, ജസ്റ്റ് ഞാൻ അടുത്താ, അവള് പറയട്ടെ. അതിനിപ്പോ ഞാനെന്തത്ര പറയാനുള്ളത്, ഉമ്മ പറഞ്ഞില്ലേ കുറച്ചു ദിവസം കഴിഞ്ഞ ഞാൻ പോവും. ഓ, അപ്പൊ ഉമ്മയും മോളും തമ്മിലുള്ള ഒത്തുകളിയാണ് അല്ലേ? ഒത്തുകളിയോ? നീ എന്തൊക്കെയാടാ പറയണത്? നീ സത്യം പറ, നീ അളിയനീന്ന് വഴക്കിട്ടിട്ട് ഇറങ്ങി വന്നല്ലേ? രണ്ടാളും അങ്ങോട്ട് കൂടെ നോക്കി നിൽക്കണ്ടേ, കാര്യം പറ. നീ അവിടുന്ന് വഴക്കുണ്ടാക്കിട്ട് ഇറങ്ങി വന്നടി. എന്താ അത്? നിങ്ങൾക്കും ബോധമില്ലേ? സ്വന്തം ആളെ ഭർത്താവിനെ എടുത്ത് വഴക്കുണ്ടാക്കിട്ട് ഇറങ്ങി വന്നാലേ അവളുടെ ഇവിടെ പിടിച്ചു നിർത്തുക ചെയ്യാ? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളോടെ കൊണ്ടാക്കി കൊടുക്കാണ്ട് എത്രയെന്ന് വെച്ചിട്ടാടി നീ ഇവിടെ അങ്ങനെ ഇരിക്കുക? നീ ഇങ്ങനെ ഇരുന്നാലേ ജീവിതകാലം മൊത്തം നീ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. നീ ഒന്ന് നിർത്തിക്ക. നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ കടന്ന് കുറയ്ക്കുന്നത്? എന്റെ മകളെ അവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലേ അതിന് കാരണമുണ്ട്. നിന്റെ കുഞ്ഞാര അളിയനില്ലേ, അവന് എന്റെ മകളെ തല്ലി, അതും ആ പണ്ടാര തള്ളന്റെ വാക്കും കേട്ടിട്ട്. പാവം എന്റെ മകള്. അത് വന്നു കയറുമ്പോ നീ അതിന്റെ മുഖം ഒന്ന് കാണായിരുന്നു. കവിളത്ത് അടിയും കൊണ്ടിട്ട് ചോകാന്നുണ്ടായിരുന്നു അതിന്റെ കവിട്. എന്റെ മകൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ തള്ളിണ്ടല്ലോ, ആ പണ്ടാര തള്ള, ആ തള്ള എന്റെ മകൾക്ക് അവിടെ ഒരു തൊഴിലും കൊടുക്കണില്ല. പിന്നെ അവനും ഉമ്മയും മകനും കൂടിയിട്ട് എന്റെ മകളും അവിടെ ഇട്ട് ദ്രോഹിക്കാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ അങ്ങോട്ട് വിട്ടാക്കുന്നത്? എന്റെ മകളെ ഇവിടെ ഇരിക്കട്ടെ, ഇത് അവളുടെ കൂടി വീടല്ലേ, അവളെ ഞാൻ നോക്കിക്കോളാം. അവളെ നോക്കാനുള്ള വകയൊക്കെ എന്റെ കയ്യിലുണ്ട്, അത് പറഞ്ഞിട്ട് നീ പേടിക്കണ്ട.